പട്ടാള ക്യാമ്പിൽ നിന്നും ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ മകൻ മരണപ്പെട്ടു എന്നതായിരുന്നു ആ സന്ദേശം. ആ യുവാവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അയാളുടെ ഭാര്യയും അമ്മയും ആ വാർത്ത കേട്ട് നടുങ്ങിപ്പോയി. നവദാമ്പത്യത്തിന്റെ പുതുമ മാറുന്നതിന് മുൻപ് ആ വീട്ടിലേക്ക് എത്തിയത് അയാളുടെ മൃതശരീരമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഗർഭിണിയായ തന്റെ ഭാര്യ ഉദരത്തിൽ ചുമക്കുന്നത് മറ്റൊരുവന്റെ കുഞ്ഞാണെന്നറിഞ്ഞതും അയാൾ തകർന്നുപോയി. പല പെൺകുട്ടികളുടെയും ആത്മഹത്യക്ക് കാരണക്കാരനായ ഒരു കൊടും കുറ്റവാളിയാണ് ഈ കഥയിലെ വില്ലൻ. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് എന്ന ഗ്രാമത്തിൽ പുരുഷോത്തമനും ഗിരിജയ്ക്കും 2 ആൺമക്കളാണ്, അഭിലാഷും വിശാഖും. മക്കളുടെ ചെറുപ്പത്തിൽ തന്നെ ആ അച്ഛൻ അവരെ ഉപേക്ഷിച്ചുപോയി. തുടർന്ന് അമ്മ ഗിരിജയാണ് മക്കളെ വളർത്തി പഠിപ്പിച്ചത്. അമ്മയുടെ കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളർന്ന 2 മക്കളെക്കുറിച്ചും നാട്ടിൽ നല്ല മതിപ്പായിരുന്നു. യാതൊരു സ്വഭാവ ദൂഷ്യവുമില്ലാത്ത ചെറുപ്പക്കാർ. ഇതായിരുന്നു നാട്ടുകാർക്ക് അവരെ പറ്റി പറയാനുണ്ടായിരുന്നത്. അമ്മ തന്റെ മക്കളെ പഠിപ്പിച്ച് രാജ്യത്തെ സേവിക്കാൻ പറഞ്ഞയച്ചു. രാജ്യം കാക്കുന്ന പട്ടാളക്കാർ ആ നാടിനും അഭിമാനമായിരുന്നു. ഇനി തന്റെ മക്കൾക്ക് ഒരു കൂട്ട് വേണം. ഏതൊരമ്മയും പോലെ തന്റെ മക്കൾക്ക് കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്നത് കാണാൻ ആ അമ്മയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു. തുടർന്ന് വിശാഖിന്റെ വിവാഹം ഉറപ്പിച്ചു. സൈനികനായതിനാൽ തികച്ചും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അയാൾക്ക് ആലോചന വന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ BA 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ അഞ്ജനയാണ് പെൺകുട്ടി. ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമായിരുന്നു വിവാഹം. അതിനിടയ്ക്ക് വിശാഖും അഞ്ജനയും ഫോൺ സംഭാഷണം വഴി അടുപ്പത്തിലായി. അവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാടറിഞ്ഞ് ഇരുവരുടെയും വിവാഹം അത്യാഡംബരമായി നടന്നു. 1 മാസത്തെ ലീവ് മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. മധുവിധു ആഘോഷിച്ച് തീരും മുൻപ് സേനയിൽ തിരികെ എത്തേണ്ട ദിവസമെത്തി. വിരഹ ദുഃഖത്തിലായിരുന്നു ഇരുവരും. തന്റെ ഭാര്യയിൽ നിന്നും അകന്നു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. താൻ അടുത്ത ലീവിന് വരുമ്പോഴേക്കും തന്റെ ഭാര്യയും ഒപ്പം കൊണ്ടുപോകുന്ന വാക്ക് കൊടുത്തിട്ടാണ് അയാൾ ആ വീട് വിട്ടിറങ്ങിയത്. കണ്ണീരിൽ കുതിർന്ന ഒരു യാത്രയായിരുന്നു. തിരികെ എത്തി ജോലിക്ക് പ്രവേശിച്ചെങ്കിലും വിശാഖിന്റെ മനസ്സ് മുഴുവൻ ഭാര്യയായിരുന്നു. തനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും അവളെ തന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിശാഖ് അമ്മയെ ഫോൺ വിളിച്ചു. പക്ഷെ അമ്മ അവനെ സമാധാനിപ്പിക്കുമ്പോഴും അഞ്ജനയ്ക്ക് വിശാഖിന്റെ തീരുമാനത്തിനോട് എതിർപ്പായിരുന്നു. ഒരു സൈനികനായിട്ട് കൂടി ഇത്രയും ദുർബല മനസ്സാണോ വിശാഖിന്റേതെന്ന് പറഞ്ഞവൾ പരിഹസിച്ചിരുന്നു. സൈനികനാണെങ്കിലും മനസ്സുകൊണ്ട് അവനൊരു പാവമാണെന്നായിരുന്നു അവൾക്കുള്ള അമ്മയുടെ മറുപടി. 2019 മാർച്ച് 12 നവദമ്പതികളുടെ പുതുമ മാറാത്ത ആ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. അതിങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ വിശാഖ് പട്ടാള ക്യാമ്പിൽ വെച്ച് സ്വയം വെടിയുതിർത്ത് മരിച്ചു. ആ നാടാകെ നടുങ്ങിപ്പോയി. സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ ജോലി സ്ഥലത്ത് വെച്ച് എന്തിനാണ് സ്വയം ആത്മഹത്യ ചെയ്തത്? ഒരു നാട് മുഴുവൻ ആ സൈനികനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി. പട്ടാളക്കാർ ആ രാജ്യത്തെ സേവിച്ച ആ ജവാന്റെ മൃതദേഹം വീട്ടുമുറ്റത്തെത്തിച്ചു. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി. അപ്പോഴും എന്തിനു വേണ്ടിയാണ് വിശാഖ് ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തതെന്ന സംശയം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ മൃതശരീരത്തിന് മുന്നിൽ അവളും ഉണ്ടായിരുന്നു. 1 മാസത്തെ ദാമ്പത്യത്തിൽ വിധവയായി പോയ അഞ്ജനയുടെ ദുർവിധിയോർത്ത് നാട്ടുകാർ സങ്കടപ്പെട്ടു. ജോലി സംബന്ധമായ എന്തോ പ്രശ്നം അയാളെ വലച്ചിട്ടുണ്ടാകാമെന്ന ചിന്തയിലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ. പക്ഷെ അവന്റെ മരണത്തിന് കാരണക്കാരായവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സ്വയം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചെങ്കിലും തന്റെ മരണത്തിന് കാരണക്കാരായവരെ കൊടുക്കാനുള്ള പഴുതുകൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് വിശാഖ് യാത്രയായത്. അനിയന്റെ മരണം അറിഞ്ഞ് അഭിലാഷും എത്തി. പക്ഷെ അയാളുടെ വരവ് എല്ലാ പ്രതികളെയും പൂട്ടാനുള്ള തെളിവുകളുമായിരുന്നു. തന്റെ അനിയന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഒപ്പം ഫോൺ റെക്കോർഡിംഗും ഫോട്ടോയും ഉൾപ്പെടെ കുറെ സുപ്രധാന തെളിവുകളും. തുടർന്ന് പോലീസ് ഊർജിത അന്വേഷണവും ആരംഭിച്ചു. പിന്നീട് ആ നാട്ടുകാർ അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കുറെ സത്യങ്ങളാണ്. വിശാഖ് തിരികെ ജോലിയിൽ പ്രവേശിച്ച ശേഷം അഞ്ജനയിൽ ചില മാറ്റങ്ങൾ അമ്മ ഗിരിജ ശ്രദ്ധിച്ചിരുന്നു. മുറി അടച്ചിരുന്ന് ഫോൺ ചെയ്യുന്നതായിരുന്നു അഞ്ജനയുടെ രീതി. വിശാഖ് കൂടെയുണ്ടായിരുന്ന സമയത്തും അഞ്ജനയുടെ ഫോൺ എടുക്കുന്നതിൽ നിന്നും അയാളെ അവൾ വിലക്കിയിരുന്നു. മറിഞ്ഞു നിന്നുള്ള സംസാര രീതികളും കോൾ വരുമ്പോഴുള്ള അവളുടെ മുഖത്തെ ഭയപ്പാടുകളും എല്ലാം അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് സ്ത്രീധനമായി കിട്ടിയ സ്വർണത്തിൽ നിന്നും 17 പവൻ ആഭരണം കാണാതായിരുന്നു. ഇത് ചോദ്യം ചെയ്ത അമ്മയോട് ആഭരണം തന്റെ പക്കൽ ഉണ്ടെന്നായിരുന്നു അഞ്ജനയുടെ മറുപടി. തുടർന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞ് 3 ദിവസം അവൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. പക്ഷേ ഈ സംശയങ്ങളെല്ലാം അവസാനം ഒരു പൊട്ടിത്തെറിയിലായിരുന്നു അവസാനിച്ചത്. പെട്ടെന്നൊരു ദിവസം വിശാഖിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതന്റെ കോൾ വന്നു. ഞാൻ നിന്റെ ഭാര്യയുടെ കാമുകനാണ്. നീ തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ താലോലിക്കുന്നത് എന്റെ കുഞ്ഞിനെയാകും. നീയുമായുള്ള വിവാഹശേഷവും അവൾ എനിക്കൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്നതായിരുന്നു ആ ഫോൺ സംഭാഷണം. കൊല്ലുന്നതിനേക്കാൾ കുറ്റകരമാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്. ഒറ്റ ഫോൺ സംഭാഷണത്തിലൂടെ ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്ന രീതിയിൽ പ്രകോപിച്ചുകൊണ്ട് ആ യുവാവിനെ അയാൾ മാനസികമായി തളർത്തി. തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ വിളിച്ചത് തന്റെ ഭാര്യയാണ്. കേട്ടതൊക്കെ സത്യമാണോ എന്നതറിയാനായിരുന്നു ആ വിളി. തന്റെ ഭാര്യ തന്നെ ഒരിക്കലും വഞ്ചിക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ആ ചെറുപ്പക്കാരൻ അതുവരെയും. പക്ഷേ മറുഭാഗത്തു നിന്നും കുറെ നിലവിളികൾ മാത്രമാണ് മറുപടിയായി വന്നത്. ആരാണവൻ എന്ന ചോദ്യത്തിനും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നു. അവൻ എന്റെ കാമുകനാണ്, പേര് അമിതാഭ്.
അഞ്ജന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അമിതാവുമായി പരിചയത്തിലായിരുന്നു. ഇരുവർക്കുമിടയിൽ സൗഹൃദം പ്രണയമായി വളരാൻ അധികം സമയമെടുത്തില്ല. കൗമാരക്കാരിയായ അഞ്ജനയെ തന്റെ വരുതിയിൽ കൊണ്ടുവരാൻ അമിതാഭിന് അധികം സമയമെടുത്തില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രണയം പതിയെ വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി. അവന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകയായി അവൾ മാറി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തും പലതവണ അമിതാഭിനെ കാണാൻ അയാളുടെ വീട്ടിൽ അവൾ പോകുമായിരുന്നു. വിശാഖുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷവും ഈ സന്ദർശനം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ കഴുക കണ്ണുകളുമായിരുന്ന അമിതാഭിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. പെൺകുട്ടികളെ പ്രണയം നടിച്ച് തന്റെ വശത്താക്കി ലൈംഗികമായി ഉപയോഗിക്കും. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾ പകർത്തും. ശേഷം ഈ വീഡിയോയും ചിത്രങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇത്തരത്തിൽ അമിതാഭിന്റെ ഇരകളായവരിൽ ഒരാൾ മാത്രമായിരുന്നു അഞ്ജന. പക്ഷേ അതവൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. എത്ര തവണ അവനോടൊപ്പം കഴിഞ്ഞു എന്ന വിശാഖിന്റെ ചോദ്യത്തിന് കരഞ്ഞുകൊണ്ട് അവൾ 3 തവണ പോയിട്ടുണ്ടെന്ന് മറുപടി പറഞ്ഞു. തന്റെ ജീവിതം തകർത്തുള്ള അവളുടെ മറുപടിയിൽ അയാൾ നടുങ്ങുന്നു. സ്ത്രീധനമായി കിട്ടിയ ആഭരണങ്ങൾ 17 പവൻ അവൾ കൊണ്ടുകൊടുത്തത് അമിതാഭിനായിരുന്നു. വിവാഹശേഷം അഞ്ജന ഗർഭിണിയാണെന്നറിഞ്ഞ അമിതാഭ് അവളെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. വിശാഖ് ജോലി സ്ഥലത്തേക്ക് മടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്കെന്ന് പറഞ്ഞ് അവൾ പോയത് അമിതാഭിന്റെ അടുക്കിലേക്കായിരുന്നു. അഞ്ജനയും അമിതാഭുമൊത്തുള്ള സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളും വിശാഖനും കുടുംബാംഗങ്ങൾക്കും അയച്ചു കൊടുക്കുമെന്നായിരുന്നു അമിതാഭിന്റെ ഭീഷണി. ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് പലപ്പോഴും അവൾ അയാളെ ഭയന്നിരുന്നത്. വിവാഹത്തിന് ശേഷവും ഇടയ്ക്കിടെയുള്ള അയാളുടെ ഫോൺ വിളികൾ അഞ്ജനയിൽ ഭയം കൂട്ടി. തന്റെ ഭർത്താവും കുടുംബാംഗങ്ങളും ഇതറിയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. വിശാഖിന്റെ ചോദ്യം ചെയ്യൽ സത്യമെല്ലാം തുറന്നടിച്ച അവൾ അയാളെ ഭീഷണിപ്പെടുത്താനും തുടങ്ങി. ഈ വിവരം പുറത്തറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു അവളുടെ ഭീഷണി. താൻ ജീവനതുല്യം സ്നേഹിച്ച ഭാര്യ തന്നെ ചതിച്ചതിന്റെ വേദനയിലും അവളെ സംരക്ഷിക്കാനായിരുന്നു വിശാഖ് അപ്പോഴും ശ്രമിച്ചത്. അഞ്ജനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്നും അതുവരെ അവൾക്ക് കൂട്ടിന് എപ്പോഴും അമ്മ ഉണ്ടാകണമെന്ന നിർദ്ദേശവും അയാൾ അമ്മയ്ക്ക് നൽകി. കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ അവൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള പെണ്ണല്ലെന്നും തൊലി വെളുത്തവനെ കണ്ടാൽ അവൾ അവനൊപ്പം പോകുമെന്നായിരുന്നു അയാളുടെ മറുപടി. പിന്നീട് ആ അമ്മയ്ക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭാര്യ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ അവൾക്ക് കാവലായി അമ്മയെ നിർത്തി. തെളിവുകളെല്ലാം സഹോദരൻ അയച്ചു കൊടുത്തു. അവനെ വെറുതെ വിടരുന്ന സന്ദേശവും. ആരുടെയും കാവലില്ലാതെ അപമാന ഭാരത്തിൽ ആ ചെറുപ്പക്കാരൻ സൈനിക റിവോൾവറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ബന്ധുക്കളുടെ ശക്തമായ പരാതിയെ തുടർന്ന് വിശാഖിന്റെ മരണത്തിന് 2 മാസങ്ങൾക്ക് ശേഷം അമിതാഭിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റിലൂടെ പുറത്തു വന്നത് നിരപരാധികളായി വഞ്ചിക്കപ്പെട്ട നിരവധി പെൺകുട്ടികളുടെ ഘാതകനെയാണ്. പ്രണയം നടിച്ച് അവരെ ലൈംഗികമായി ഉപയോഗിച്ച് അശ്ലീല വീഡിയോകൾ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു കൊടും കുറ്റവാളിയെ. രാജ്യത്തെ സേവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ച അഞ്ജന എന്ന പെൺകുട്ടി ഇന്നും സ്വതന്ത്രമായി തന്നെ ജീവിക്കുകയാണ്. 1 മാസത്തെ ദാമ്പത്യത്തിന് ശേഷം തന്റെ ഭാര്യ നിമിത്തം ഇഹലോഹം വെടിയേണ്ടി വന്ന വിശാഖിന്റെ വേർപാടിൽ കണ്ണീരിലാണ്ടുപോയത് ആ കുടുംബമാണ്. നഷ്ടം ആ അമ്മയ്ക്കും സഹോദരനും മാത്രമാണ്.